ആളുകളിങ്ങനെ അരയോരോന്ന് തകിട് വാങ്ങിക്കുക. 5 രൂപയുള്ളൂ സാർ. അല്ലാതെ ഇന്നത്തെ പോലെ 1000 10,000 ഒന്നുമില്ല. മൊയ്തു കയ്യിലൊരു വടിയുണ്ട്, അത് പിടിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലും. അതിനിടയ്ക്ക് മൊയ്തു ഒരു കൊച്ചിനെ മൂടിക്കിടത്തും. കൊച്ചിനോട് മൊയ്തു ചേട്ടൻ്റെ നിറം ചോദിക്കും, ചേട്ടൻ്റെ കയ്യിലെ വാച്ചിലെ സമയം ചോദിക്കും, ഇപ്പോൾ ചേട്ടൻ കൈ എങ്ങനെയാ വെച്ചിരിക്കുന്നു എന്ന് ചോദിക്കും. ഇതൊക്കെ മൂടിക്കിടക്കുന്നതിൻ്റെ അകത്തുനിന്ന് കൊച്ചു വിളിച്ചു പറയും. ഇങ്ങനെ ഒരുപാട് അഭ്യാസമുണ്ട് മൊയ്തുവിന്. ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല, എൻ്റെ വിഷയം അതല്ല. ഞാൻ അതിനകത്ത് ഒരു ചെറിയ നമ്പരാ പറയും, ഒരു ചെറിയ നമ്പർ. അത് നമ്മുടെ ജോലിയല്ലല്ലോ, അത് നമുക്ക് പിന്നെ നോക്കാം. ഇത് വേറെയാണ് വിഷയം, അല്ലെങ്കിൽ ഞാൻ വിഷയത്തിൽ നിന്ന്. അപ്പോൾ ലയോള കോളേജിൽ നിന്ന് 2 പിള്ളേരവിടെ ഇത് കാണാനായിട്ട് പോയി. അവരവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് ഈ മൊയ്തു ഇങ്ങനെ അടിച്ച് പൊളിക്കുന്നത്. late 60s or 50s അപ്പോഴാണ് ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ ഉടനെ ഈ പിള്ളേരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരു തകിട് വാങ്ങി, 5 രൂപ ഉള്ളു. അത് മൊയ്തുവിൻ്റെ കയ്യെ കെട്ടി. എല്ലാം സാധിച്ചില്ല എന്ന് ഇരിച്ചു. ഇനി ഇത് ബാക്കി ഫ്രീ ആയിട്ട് കൊടുക്കും. ഇവരൊരു 10-12 വാരി ആളുകൾ കൊടുത്തു. അപ്പോഴേക്കും മൊയ്തു എല്ലാം കൂടെ വാരി തട്ടിക്കെട്ടി 4 തെറിയും പറഞ്ഞ് പിള്ളേരെയും കൂട്ടി അവിടുന്ന് വീട്ടിലോട്ട് പോയി. പിറ്റേ ദിവസം മൊയ്തു വന്ന് നിരത്തുന്നതിന് മുമ്പ് നോക്കിയത് ഇവന്മാരവിടെ ഉണ്ടോന്ന്. മൊയ്തുവിന്റെ മോക്ഷമായി. ആ വിവരം നമുക്കുണ്ടാകുന്നത് വരെ നമ്മൾ ഈ നമ്പറിലൊക്കെ പെടും. ശങ്ക വേണ്ട, പെടണം. ഭൂമി ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഏതില്? ഞാൻ പ്രയോജനമില്ലെന്ന് പറഞ്ഞില്ല, ഞാനതിൽ പ്രയോജനമില്ലെന്ന് പറഞ്ഞില്ല, ഉണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ പറയാത്തതൊന്നും വ്യാഖ്യാനിക്കണ്ട. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഞാനതൊന്നും നിങ്ങളുടെ താല്പര്യങ്ങളെ ഒന്നും ഹനിച്ചില്ല. ഞാൻ അതിലൊന്നിനും എതിര് പറഞ്ഞില്ല. ഞാൻ നടന്ന ഒരു സംഭവം മാത്രമേ പറഞ്ഞുള്ളൂ. അതെ, ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ നാരായണപിള്ളയ്ക്ക് തോന്നിയത് ഇടയ്ക്കുന്ന് കേൾക്കുന്നുണ്ട്. ഒരു കാര്യം ഇടയ്ക്കുന്ന് എടുത്ത് കേട്ടാൽ അപകടം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തുടർച്ചയായിട്ട് മനസ്സുണ്ടായപ്പോഴല്ല, കേൾക്കണ്ടേ? അത് കേട്ടതിൻ്റെ ആണല്ലോ മറുപടി പറയുന്നത്, മനസ്സിന്റെ അല്ലല്ലോ മറുപടി. മനസ്സ് ശക്തമാണ്, പക്ഷെ കേൾക്കേണ്ടത് കേൾക്കാതെ കേട്ടതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ. മറുപടി പറയുന്നത് വാക്കായിട്ടാണ്, കേൾക്കുന്നതും വാക്കായിട്ടാണ്. വാക്കിനുള്ളതാണല്ലോ മറുപടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുന്ന് കേട്ടൊരു വാക്കിനാണ് നമ്മൾ മറുപടി പറയുന്നത്. അതിൻ്റെ സമഗ്രമായ കേൾവി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ തോന്നില്ലായിരിക്കും. അത് കേട്ട് നോക്കിയെങ്കിലേ പറയാൻ പറ്റും. കേൾവിയോളം പ്രാധാന്യം ശ്രദ്ധ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യധാരണയാണെങ്കിൽ കേൾവി പോലും വേണ്ട. സത്യധാരണയാണെങ്കിൽ, സത്യധാരണ എന്ന് പറയുന്നത് 3 കാലത്തിലുമുള്ളതാണ് സത്യം. അത് ആത്മാവ് മാത്രമാണ്. കാണുന്നതാണ് സത്യം എങ്കിൽ മൊയ്തു കാണുന്ന സത്യമാണ്, പാമ്പ് കാണുന്ന സത്യമാണ്, മൊയ്തുവിൻ്റെ കയ്യിലിരിക്കുന്ന തകിടും കാണുന്ന സത്യമാണ്, അതെടുത്ത് കെട്ടിയ പിള്ളേരും കാണുന്ന സത്യമാണ്. അതും പിള്ളേരും മൊയ്തു ഓടിപ്പോയതും കാണുന്ന സത്യമാണ്. ഈ മുഴുവൻ സത്യങ്ങളും സത്യമാണെന്നാണെങ്കിൽ അത് സത്യമല്ല.
കാരണം മൊയ്തു എൻ്റെ സ്വപ്നത്തിലില്ല, മൊയ്തു എൻ്റെ ഉറക്കത്തിലുമില്ല, മൊയ്തു എൻ്റെ ജാഗ്രതത്തിലേ ഉള്ളൂ. 3 കാലത്തിലും ഇല്ലാത്തത് സത്യമല്ല. ഏതെങ്കിലും ഒരു കാലത്തിലുണ്ടായി മറയുന്നത് അതിൽ എനിക്ക് താല്പര്യം വന്നാൽ അസത്യത്തിലുള്ള ധാരണ എന്നാണ് അതിന് പറയുക. അസത്യധാരണ, അശ്രദ്ധ. ശ്രദ്ധയാണുണ്ടായെങ്കിൽ യാതൊരു ശങ്കയും വേണ്ട, ശ്രവണം പോലും വേണ്ട. ആ ശ്രദ്ധയിലാണ് ജനകൻ പറഞ്ഞത്, എനിക്ക് ബന്ധവും വേണ്ട മോക്ഷവും വേണ്ട. ജനകൻ കേൾക്കുക പോലുമല്ല, ഇത് ശ്രദ്ധിക്കുകയാണ്. ഇത് അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. മൊയ്തുവിനെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു നിർദ്ദേശമേ ഇല്ല. അത് രസമുള്ളതാ, എനിക്കും കൂടെ രസമുള്ളതാ. നാരായണപിള്ളയോട് വഴക്കിനാണെങ്കിൽ, കാരണം നാരായണപിള്ളയുടെ സത്തലൊന്നും പിടിച്ചു വലിക്കരുത്. ശരി. അപ്പൊ ഇന്നലത്തെ പിള്ളയുടെ വരട്ടുകൊണ്ട് ആള് കണ്ണൂരെത്തിയോ ദൈവം? ഞാൻ വരട്ടിയില്ല, ഞാൻ പിള്ളേയും വരട്ടിയില്ല, അയാളെയും വരട്ടിയില്ല. പുള്ളിയുടെ കൂടെയുള്ള ആളല്ലല്ലോ. അപ്പോ സാക്ഷി പുരുഷൻ ഈശ്വരനായ പരമാത്മനി, പരമാത്മാവ് വിജ്ഞാതേ സതി എന്ന് അറിഞ്ഞപ്പോൾ, ബന്ധമോക്ഷേച്ച നൈരാശ്യേ സതി, ബന്ധത്തിലും മോക്ഷത്തിലും ആശയച്ചപ്പോൾ, എനിക്ക് ബന്ധത്തിലുള്ള ആശയും പോയി, മോക്ഷത്തിലുള്ള ആശയും പോയി. മുക്തയെ, മുക്തിക്കായി മമ എനിക്ക് ചിന്താനാസ്തി, ചിന്ത പോലുമില്ല. എന്റെ അന്തരാത്മാവ് സാക്ഷി പുരുഷൻ, അന്തരാത്മാവ് എന്ന് പറയുന്നത് സാക്ഷി പുരുഷൻ, അന്തരംഗം. അതുകൊണ്ടാണ് ആ അന്തരംഗത്തെ കാണാനാണ് ഭാഗവതാദികൾ ഉദരമുപാസതേ എന്നൊക്കെ പറയുന്നത്. ആ എന്റെ അന്തരാത്മാവ് സാക്ഷി പുരുഷൻ സർവേശ്വരനായ പരമാത്മാവ് തന്നെ എന്നറിഞ്ഞപ്പോൾ ബന്ധമോക്ഷങ്ങളിൽ ആശയറ്റവനായി ഞാൻ മുക്തിക്കു വേണ്ടി ചിന്തയേതുമില്ലാത്തവനായി, ഒരു ചിന്തയില്ലാത്തവനായി. അല്ല, അത് ചിന്തയിലല്ല, അത് മാത്രമുള്ളത്. ചിന്തയും അടങ്ങി ആ അനുഭവമാണ് ജനകന് കിട്ടിയത്. സാക്ഷിയെ ചിന്തിച്ച് കാണുകയല്ല, നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച് കാണുക, അയാൾ അനുഭവത്തിൽ കാണുക. അത് മാത്രമുള്ളത്, ബാക്കി എല്ലാം ഇല്ലാത്ത. അങ്കുഷ്ടമാത്രനായ പുരുഷനെ ഹൃദയത്തിൽ കാണുന്നു എന്നൊക്കെ പറയുന്ന പോലെ പറയുമ്പോൾ ഭാഷയിൽ ഇങ്ങനെ പറയാൻ പറ്റും. അനുഭവിക്കുന്നവനെ അതറിയാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. ആ അനുഭവം വന്നപ്പോൾ എന്നർത്ഥം. മനസ്സിന്റെ അമനീഭാവം, മനസ്സൊക്കെ അടങ്ങുമ്പോൾ, മനസ്സെല്ലാം അടങ്ങുമ്പോൾ, അമനീഭാവം എന്ന് പറഞ്ഞാൽ മനസ്സല്ലാതാവുമ്പോൾ, മൃത മനസ്സാവുമ്പോൾ, മനസ്സ് മരിക്കുമ്പോൾ. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. ഒരു ചിന്തയും വരാത്ത അവസ്ഥ എനിക്കുമില്ലേ? ലോകത്ത് എല്ലാവർക്കും ഉണ്ട്. ഒരു ചിന്തയില്ലായിരിക്കുന്ന സമയമുണ്ട്. അതാണല്ലോ പറഞ്ഞ് ചിത്തം ശൂന്യമായിരിക്കുന്ന അവസ്ഥ. ഒരു ചിന്തയില്ലായിരുന്ന അതിനകത്തോട്ടായി പെട്ടെന്ന് കയറി വരുന്നത്. അത് ചിലർക്ക് കയറി വരുന്നത് ചിന്ത ശൂന്യമായ അവസ്ഥ കാണാൻ പറ്റാത്തത് ഈ ചില റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന പോലാണ്. ചില റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഈ KK എക്സ്പ്രസ് നിർത്താതെ പോകുന്ന സ്ഥലമാണ്. മനസ്സിലായി? ആ നിർത്താതെ പോകുന്ന സ്ഥലത്ത് ഇവൻ ആർത്തി സ്പീഡ് വിടുകയാണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവനെ കാണാൻ പറ്റില്ല. മനസ്സിലായി? അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നേരെ എടുത്ത് നിൽപ്പുണ്ട്, അവനെ കാണാൻ പറ്റില്ല. കാരണം KK എക്സ്പ്രസ് വിട്ടടിച്ചു പോവാണ്.
അതേ സ്ഥാനത്ത് അവിടെ നിർത്താത്ത സൂപ്പർ ഫാസ്റ്റ് അല്ലാത്ത ഒരു വണ്ടി വരികയാണ്, സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അല്ലാത്ത വണ്ടി വരികയാണ്. അത് പതുക്കെയാണ് പോകുന്നത്. സ്റ്റേഷനിൽ വന്നപ്പോൾ ഒരല്പം മര്യാദ, കാരണം ഇതൊരു സ്റ്റേഷനാണ്, നമ്മളൊന്ന് ഗവനിച്ച് പൊക്കളയാം എന്ന് വിചാരിക്കുമ്പോൾ അപ്പം മര്യാദയിൽ ഓടിക്കുകയാണ്. മറ്റത് 120 കിലോമീറ്റർ സ്പീഡിൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പോകുന്നത് ഒരു 50 കിലോമീറ്റർ സ്പീഡിലാണ്. അപ്പം ഇടയ്ക്ക് മറ്റവൻ്റെ തലയൊന്ന് കാണാം, ഒരു മിന്നായം പോലെ ഓരോ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയ്ക്ക്. മനസ്സിലായി? ഒരു മിന്നായം പോലെ കാണാം. മറ്റൊരെണ്ണം വന്നിട്ട് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇവനെ കണ്ടുകൊണ്ടിരിക്കുക. വേറൊരെണ്ണം വണ്ടിയേ ഇല്ല. മനസ്സിലായി? അപ്പോൾ അവനും നമ്മളും പരസ്പരമാണ് എന്ന് പറഞ്ഞ പോലെ അത്ര വെള്ളിപ്പണി. താനാണോ ചോദിച്ചു? അത് ശരി, ഞാൻ ഇയാളാണെന്ന് ചോദിച്ചു. കൊള്ളാവല്ലോ എന്നല്ലേ? എൻ്റെ അല്ല. ഇരുവൃത്തികൾ തന്നിടയ്ക്കുമുറ്ററിവിൻ മട്ടിലിരിക്ക കാരണം മറയോരിടയത്തമങ്ങയിൽ പരികൽപ്പിച്ചതു യുക്തിയുക്തമം. വിദ്യാനന്ദ തീർത്ഥപാദർ. ഇരുവൃത്തികൾ തന്നിടയ്ക്ക്, ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് ഇങ്ങനെ കൊളുത്തിയിട്ട പോലെ വൃത്തികൾ ഇങ്ങനെ കൊളുത്തിയിട്ടിരിക്കുകയാണ്. ഒരുപാട് വൃത്തികളാണ് കൊളുത്തിയിട്ടിരിക്കുന്നത്. അതിങ്ങനെ അനുസ്യൂതം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മകനെന്നൊരു വൃത്തി, അല്പം കഴിഞ്ഞാൽ മകളെന്നൊരു വൃത്തി, ആ മകളെന്ന വൃത്തി ഇങ്ങി വരുന്നതിനിടയ്ക്ക് അമ്മയെന്ന വൃത്തി, അച്ഛനെന്ന വൃത്തി, അപ്പൂപ്പൻ എന്ന വൃത്തി, ഉടനെ അയാളെന്ന വൃത്തി, ഇയാളെന്ന വൃത്തി, ഇങ്ങനെ വൃത്തികളിങ്ങനെ അലതല്ലി വരികയാണ്. മനസ്സിലായി? അപ്പോൾ ഈ സ്പീഡിൽ കാണാൻ പറ്റില്ല. എന്നാൽ ഈ വൃത്തി ഒന്ന് ശാന്തമായാൽ ഇരുവൃത്തികൾ തന്നിടയ്ക്ക് മുറ്ററിവിൻ മട്ടിൽ ഇരിക്ക കാരണം മറയോർ ഇടയത്തമങ്ങയിൽ പരികൽപ്പിച്ചതു യുക്തിയുക്തമം. രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന കൊണ്ടാണ് കൃഷ്ണാവിനെ ഇടയനെന്ന് വിളിച്ചത്. അപ്പൊ അത് വെച്ചിട്ടൊരു ഭാവനയെ പറഞ്ഞ ഉദാഹരണമേ ഉള്ളൂ. വൃത്തികളാകുന്ന കമ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ കൊളുത്തിയിട്ടിട്ട് 120 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ അടിക്കുകയാണ്. വൃത്തിയുടെ പുറകെ വൃത്തി, ഒന്നും കാണാൻ പറ്റില്ല. ഇതൊന്ന് ശാന്തമായി കഴിഞ്ഞാൽ ഇടയിൽ കൂടെ കഷ്ടിച്ച് ഈ സാക്ഷിയെ കാണാം. ഇതങ്ങ് നിർത്തിയിട്ടാൽ ക്ലീൻ. വണ്ടിയൊക്കെ പഴകി പൊളിച്ച് വിറ്റാൽ പിന്നെ പ്ലാറ്റ്ഫോം ക്ലിയർ. അത്ര ഉള്ളിപ്പണി. ഉദാഹരണം കൊണ്ട് ഏതാണ്ടൊരു ദിഗ്ദർശനം വ്യക്തമായി. നാല്, അന്തർവികൽപശൂന്യസ്യ ബഹിസ്വച്ഛന്ദചാരിണഃ ഭ്രാന്തസ്യേവ ദശത്താഃ താദൃശായേവ ജാനതേ. അന്തർവികൽപശൂന്യസ്യ ബഹിസ്വച്ഛന്ദചാരിണഃ ഭ്രാന്തസ്യേവ ദശത്താഃ താദൃശായേവ ജാനതേ. അന്തഃ വികൽപശൂന്യസ്യ ബഹിഃ ഭ്രാന്തസ്യൈവ സ്വച്ഛന്ദചാരിണഃ താഃ താഹാദശാഃ താദൃശാഃ ഏവ ജാനതി. ഉള്ളിൽ ഭേദഭാവനയില്ലാതെ, സംശയങ്ങളില്ലാതെ, യാതൊരു സംശയവും ഉള്ളിലില്ല, യാതൊരു ഭേദഭാവനയും ഉള്ളിലില്ല. ഭ്രാന്തസ്യൈവ ബഹിഃ, പുറമേ ഭ്രാന്തനെ എന്ന പോലെ. പുറമേ നോക്കിയാൽ എന്തൊരു ഭ്രാന്തൻ എന്ന് പറയലേ. പുറത്തു വന്ന ആരെങ്കിലും നമ്മൾ ഈ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ഇയാളെ ഇപ്പൊ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. വണ്ടി വിളി ഉറപ്പാണ്. ഇത് നമ്മൾ പറഞ്ഞത് കേട്ടാൽ നമ്മളെ കൊണ്ടുപോകാൻ വണ്ടി വിളി.
അപ്പൊ ഇത് അനുഭവിച്ച് നടക്കുന്നവൻ എന്തായിരിക്കും ഗതി? ഈ ക്ലാസ് ഒരു അരമണിക്കൂർ ഒരാളെ പുറത്തു വന്ന് ഇരിക്കുകയാണെങ്കിൽ അയാൾ കേട്ടാൽ ഉടനെ അയാളെന്താ വിചാരിക്കുക? തൊട്ടടുത്ത പൈങ്കുളം, പിന്നെ അടുത്താണ് 6 കിലോമീറ്റർ, 1/2 കിലോമീറ്റർ അത്ര. ഇങ്ങനെ കയറാമല്ലോ അല്ലേ? ഓ ഇങ്ങനെ കയറാം. ഞാൻ അങ്ങനെ കറങ്ങിയാണ് ഇവിടുന്ന് മറ്റേ ബംഗളൂരു എന്നിട്ട് പോകുന്നത്. ഇപ്പൊ അവൻ ഇവിടുന്ന് ഇങ്ങനെ വഴിയുണ്ട്. അത് 1/2 കിലോമീറ്റർ ഒരു ഓട്ടോയുടെ ചാർജ് കൊടുത്താൽ. അപ്പം പുറത്തുനിന്ന് കേട്ട് കഴിഞ്ഞാൽ അന്നേരം തനിപ്പിരാന്ത്. അതാ ഞാൻ ഇവരോട് സംഘാടകരോട് പറഞ്ഞ് എവിടെയൊന്നും നോട്ടീസ് കൊടുക്കരുത്, തൊട്ടടുത്താന്ന് എനിക്കറിയാം, വളരെ അടുത്താണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞേ അറിയുള്ളൂ. പറയുകയും ചെയ്യും, ഇതിലെയൊക്കെ നടന്നിരുന്ന ഒരു മനുഷ്യനാണ്, കുറച്ചു കാലം മൂലമറ്റത്തൊക്കെ ഉണ്ടായിരുന്നതാണ്, നല്ല മനുഷ്യനാണ്. പക്ഷെ ഈ ഗതി വന്നു ഓർത്തിട്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ECT കൊടുത്തിട്ട് ഡോക്ടറെ സംസാരിക്കാവൂന്ന് പറയും. അപ്പോ നമ്മൾ പറഞ്ഞാൽ ഇതാണ് ഗതിയെങ്കിൽ ഇത് അനുഭവിച്ചവന്റെ ഗതി എന്താണ്? മനസ്സിലായില്ല. ഇത് ഇനിയിപ്പം വരുന്നെന്താ വെച്ചാൽ ഇത് ചിലപ്പോൾ ഭാര്യ ഒന്ന് കേൾക്കും, ചിലർ ഭർത്താവ് ഒന്ന് കേൾക്കും, ചിലത് പിള്ളേരും ഒന്ന് കേൾക്കും. വീട്ടിൽ ചെന്ന് ഇതൊക്കെ പയ്യെ ഒന്ന് നോക്കും. മിക്കവാറും കൊണ്ടുപോകും. പിന്നെ ചിലരെ കൊണ്ടുപോകില്ല. കാരണം ചില നാട്ടിൽ ഈ ചില ഏരിയകളിലൊരു പ്രത്യേകത, ആ ഏരിയകളിലുള്ളൊരു പ്രത്യേകത എന്താ? നാടിന്റെ പേര് ദേശിങ്കനാടല്ലോ. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രാന്തൂന്ന വീട്ടുകാർക്ക് അറിയാം മരുന്ന്, വീട്ടുകാർക്ക് തന്നെ മരുന്നറിയാം. ഒരു 10-40 കൂട്ടി വെള്ളം തലയിലൊഴിക്കുക, ആ നെല്ലിക്ക തളം വെക്കുക, ചിലത് വളരെ കൂടിയാൽ നായ്ക്കാട്ടം കൊടുക്കുക, ഇങ്ങനെയൊക്കെ. അപ്പൊ ഈ തളം വെക്കാനും മറ്റു കാര്യത്തിനുമൊക്കെ താമസമായത് കാരണം വീട്ടിൽ തന്നെ വളർത്തുന്നതായുള്ളത് കൊണ്ട് ഇതാണ് എളുപ്പമുള്ളത്, കിട്ടാനും എളുപ്പമാണ്. ഇപ്പൊ ഭാര്യ മിക്കവാറും അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. നിങ്ങളെല്ലാം എന്തിനാ അയാളെ നോക്കുന്നത്? ഞാൻ അയാളെ നോക്കിയില്ല, ഞാൻ നിങ്ങളെ നോക്കിയില്ല. അയാളെ ഉടനെ സ്വീകരിക്കാൻ നിങ്ങൾ ഉടനെ അയാളെ നോക്കാൻ എന്തൊരു ഗതികേടാണ് ഇതിന്റെ. അഹോഭാഗ്യം. ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഞാൻ നേരെ അങ്ങോട്ട് നോക്കിയിട്ട് ആണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളിതെല്ലാം അയാളുടെ തലയിൽ കൊടുത്ത് ആസ്വദിക്കുകയാണ്. എടാ തണ്ണീർമുക്കത്താണോ എൻ്റെ നാട്? അവിടെ പ്രവർത്തിക്കാരായിട്ടിരുന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഇത് പോയി പറയുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം. അന്തർവികൽപ്പശൂന്യസ്യ, അകത്ത് ഭേദഭാവന അല്പം പോലും ഇല്ലാതെ, സംശയമില്ലാതെ, പുറമെ ബാഹ്യമായി ഭ്രാന്തനെ എന്ന പോലെ സ്വച്ഛന്ദചാരിണ, സ്വതന്ത്രനായി സഞ്ചരിക്കുന്നവന്റെ, സ്വച്ഛന്ദം സ്പോണ്ടേനിയസ്, യാതൊരു അതിരുകളും എതിരുകളുമില്ലാതെ സഞ്ചരിക്കുന്നവന്റെ താഹാ താഹാ ദശാഹ, അതാത് അവസ്ഥകൾ ഏവ മാത്രം ജാനതയെ അറിയുന്നു. താദൃശാഹ അപ്രകാരമുള്ളവൻ അറിയുന്നു, മാത്രം അറിയുന്നു എന്ന് പറഞ്ഞാൽ ജ്ഞാനിയെ ജ്ഞാനി മാത്രം അറിയുന്നു, മറ്റൊരാൾക്കറിയില്ല. അതുകൊണ്ടാണ് രമണ മഹർഷിയോട് ഒരിക്കൽ ഒരു സ്വാമി എന്ന് ചോദിച്ചു, വളരെ കാര്യമായിട്ട്, അങ്ങ് ജ്ഞാനിയാണോ? രമണ മഹർഷി ഒന്ന് ചിരിച്ചിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ജ്ഞാനി ചോദിക്കട്ടെ. എൻ്റെ പെർപെൻഡിക്കുലാരിറ്റി ഏതാണ്ട് ഹൊറിസോണ്ടാലിറ്റി ആയി. എൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ ജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ ഏതാ വകുപ്പല്ല നിനക്ക് മനസ്സിലാവുക? ജ്ഞാനിക്കല്ലാതെ അറിയാത്ത സാധനം നിന്നോട് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ മനസ്സിലാവുമെന്നൊരർത്ഥം.
ഞാൻ ജ്ഞാനിയാണെന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും നിനക്ക് മനസ്സിലാക്കാനുള്ള അളവ് പോലും ഉണ്ടേ. മനസ്സിലായില്ല? അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്, വളരെ ഭംഗിയായിട്ട്. അപ്പോ അന്തർവികൽപ്പശൂന്യനായിട്ട് അകം ശുദ്ധമായി അക്ഷസ്ഫടികമായിട്ട് ബാഹ്യമായി ഭ്രാന്തനെ എന്ന പോലെ സ്വച്ഛന്തം ചരിക്കുന്ന അതാത് അവസ്ഥകൾ അപ്രകാരമുള്ളവർ മാത്രമറിയുന്നു. അവർക്ക് മാത്രമേ അത് മനസ്സിലാവുന്നുള്ളൂ എന്ന് പറയുക. ജനകന്റെ അനുഭൂതി കഴിഞ്ഞു. ഇനി അഷ്ടാവക്രന്റെ അടുത്ത ചിന്തയിലേക്ക് നമുക്ക് കിടക്കാം. സമയം 5 മിനിറ്റ് വിശ്രമം വേണം. ശരി, 12:10. അപ്പോൾ ഒരു 10 മിനിറ്റ് വിശ്രമം കഴിഞ്ഞിട്ട് അടുത്ത് തുടങ്ങി വെച്ച് തീർക്കേണ്ടി വരും. ഞാൻ ഭംഗിയായിട്ട് വരാമെന്നല്ല, ഭംഗി ആകുമെന്ന് കൈയാക്കി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നിങ്ങളുടെ അമ്പലങ്ങളിലൊക്കെ ഉപയോഗസ്ഥനായി സുഖമായി അപ്പോൾ കുറെ കൂടെ കാര്യക്ഷമമായത് നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വെട്ടിപ്പ് പറയും. പേടിയുള്ളൂ. ആയിരം നമുക്ക് സ്വീകാര്യമായിട്ട് വരുന്നതിനേക്കാൾ കുറയും.